ഹായ് ഹലോ ഫ്രണ്ട്സ്, ഓഫ് ഫോർ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 5 ഇയർബഡ്സ് ആണ്. ഈ 5 ഇയർബഡ്സ് എന്ന് പറഞ്ഞാൽ 1500 രൂപയ്ക്ക് താഴെയുള്ള ഇയർബഡ്സുകളാണ്. 1500 രൂപ റേഞ്ച്, 1500 രൂപയ്ക്ക് താഴെയുള്ള 5 ഇയർബഡ്സ് ആണ്. നമുക്ക് വളരെയധികം പ്രയോജനമുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കൊന്ന് സർപ്രൈസ് ഒരു ഗിഫ്റ്റ് കൊടുക്കാനും അതേ കണക്കിന് നമ്മുടെ വീട്ടുകാർക്കായിരുന്നാലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വിചാരിക്കുന്ന പലരുമുണ്ട്. അപ്പൊ അവർക്ക് പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഇയർബഡ്സുകൾ തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപ എന്നുള്ള റേഞ്ച് പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ വാങ്ങിക്കാനും പറ്റും. നമുക്ക് തന്നെ അറിയാലോ, ഈ ഓണത്തിനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3-4 ഓണങ്ങളായിട്ട് നമ്മൾ കൊറോണയുടെ സംഭവങ്ങളെല്ലാം അതിലായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊരു മാറ്റം വരുത്തി എന്തായാലും എല്ലാ ആൾക്കാരും ഓരോ ഗിഫ്റ്റുകൾ പ്രതീക്ഷിക്കുന്നതായിരിക്കും. അപ്പൊ എന്റെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സുകൾ തന്നെ എന്നോട് ചോദിച്ചു, അളേ എനിക്ക് ഓണത്തിന് ഗിഫ്റ്റ് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ അതേ കണക്കിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ആലോചിച്ചത് അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ചൂസ് ചെയ്യുന്ന ഒരു 5 ഇയർബഡ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പോ ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പോ അടുത്തതായിട്ട് ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മിവി ഡുവോപോഡ് A550 ആണ് നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാനുള്ളത്. അതിന്റെ സബ്സിഡികളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് 50 മണിക്കൂറാണ് അവരുടെ പ്ലേ ടൈം നമുക്ക് തരുന്നത്. 50 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എസ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഏതാണോ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം തരുന്നത് ഏതാണോ നമ്മൾ ആ ഒരു എയർപോർട്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോഴത്തേക്കും ഇവര് തരുന്നതെന്ന് പറഞ്ഞാൽ 1500 രൂപയ്ക്ക് അകത്താണ് ഈ എയർപോർട്ടിന്റെ വില. അതുപോലെ തന്നെയാണ് 50 മണിക്കൂർ നമുക്ക് പ്ലേ ടൈം തരുന്നുണ്ട്. ടോട്ടലായിട്ട് നമുക്ക് 50 മണിക്കൂറാണ് പ്ലേ ടൈം തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എസ്പെഷ്യലി നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ടൈം ഏതിന് കിട്ടുമോ അതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യണ്ടല്ലോ എന്നുള്ള ഒരു ബെനിഫിറ്റുകളും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ മിവി A550 വളരെയധികം എസ്പെഷ്യലി നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ്. അതേ കണക്ക് തന്നെ അതിന്റെ ഒരു സ്റ്റൈലിഷ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെ നല്ല രീതിയിൽ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു എയർപോർട്ട് തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി നമുക്ക് യൂസ് ചെയ്യാനായിരുന്നാലും നമുക്ക് ക്യാരി ചെയ്യാനായിരുന്നാലും വളരെയധികം പ്രയോജനമാണ്. അതേ കണക്ക് തന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.1 ആണ് വരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് വേർഷനുകളെല്ലാം 5.4, 5.5, 5.3, 5.1 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് 5.1 ആണ് മിവിയും തരുന്നത്. അതേ കണക്ക് തന്നെ IP റെസൊല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വാട്ടർ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 4 ആണ് തരുന്നത്. IPX4 ആണ് വരുന്നത്. അതേ കണക്ക് തന്നെ ചാർജിംഗ് പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ C ടൈപ്പ് ചാർജിംഗ് ടൈപ്പ് ആണ് വരുന്നത്. നമ്മളിപ്പോ എസ്പെഷ്യലി എല്ലാ ഫോണുകൾക്കും യൂസ് ചെയ്യുന്നത് C ടൈപ്പ് തന്നെയാണ്. അപ്പൊ അതായത് ഒരൊറ്റ കേബിൾ തന്നെ യൂസ് ചെയ്താൽ മതി, നമുക്ക് മിവിയും ചാർജ് ചെയ്യാം, നമ്മുടെ ഫോണും ചാർജ് ചെയ്യാം. ആ ഒരു കണക്കിലേക്ക് പോയി. അതേ കണക്ക് തന്നെ അവർ പറയുന്നത് 90% വോയിസ് ക്യാൻസലേഷൻ ആണ് തരുന്നത്. നോയിസ് ക്യാൻസലേഷൻ ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഔട്ട് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡിയോ ബ്രോഡിലല്ലല്ലോ നമ്മൾ എപ്പോഴും ഇരിക്കുന്നത്, നമ്മൾ എപ്പോഴും പോകുന്നത് ഔട്ട് സൈഡിലേക്കാണ്. അപ്പൊ ആ സമയത്തൊക്കെ 90% നമുക്ക് നോയിസ് ക്യാൻസലേഷൻ തരുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് മിവിയും അവകാശപ്പെടുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമതായിട്ട് പരിചയപ്പെടാനുള്ളതെന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ തന്നെ ബോട്ട് എയർപോർട്ട് 131 പ്രോ ആണ്. 131 പ്രോയുടെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോട്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്റ്റീരിയോയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എസ്പെഷ്യലി മലയാളികളായിരുന്നാലും ഇന്ത്യക്കാർ തന്നെ ആയിരുന്നാലും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് ബോട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എയർപോർട്ട് 131 പ്രോ വന്നിട്ട് റേറ്റ് വരുന്ന 1499 ആണ്. ഓൺ സൈറ്റിൽ വരെ അവരുടെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് എന്ന് തന്നെ പറയാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് എന്ന് മാത്രമല്ല, IPX5 ആണ് വരുന്നത്. IPX5 എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ റെസിഡൻസി തരുന്നത് 5.0 തരുന്നത്. അപ്പോഴത്തേക്കും വളരെ നല്ല രീതിയിലുള്ള ഒരു വാട്ടർ റെസിഡൻസി തന്നെയാണ് തരുന്നത്. അതേ കണക്കിന് ബ്ലൂടൂത്ത് വേർഷനിലേക്ക് വരികയാണെങ്കിൽ 5.3 ആണ് വരുന്നത്. 45 മണിക്കൂറാണ് പ്ലേ ടൈം വരുന്നത്. പ്ലേ ടൈം നമുക്ക് ഇപ്പൊ നോക്കിയാൽ 45 മണിക്കൂർ വളരെ മികച്ച ഒരു ഇത് തന്നെയാണ്. അതേ കണക്കിന് ബോട്ടിന്റെ സർവീസ് സെന്ററുകൾ ബാക്കി എല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എസ്പെഷ്യലി ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡ് തന്നെയാണ് ബോട്ട് 131 പ്രോ. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ടച്ച് കൺട്രോൾസ് ആയിരുന്നല്ലോ ബോട്ട്, ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. അതിനുശേഷം എനിക്ക്
റിയൽമിയുടെ ഒരു ബ്രാൻഡ് വന്നപ്പോഴത്തേക്കും ഞാൻ റിയൽമിയിലേക്ക് ചൂസായി പോയി. പക്ഷേ ഞാൻ ബോട്ട് 2 മാസം യൂസ് ചെയ്തിടത്തോളം എനിക്ക് വളരെയധികം ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ബോട്ടിന്റെ തന്നെ നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം തന്നെ വളരെയധികം നല്ല രീതിയിൽ തന്നെ അവരുടെ ആ ഒരു സൗണ്ട് ക്വാളിറ്റി ആയിരുന്നാലും ആ സ്റ്റീരിയോ ക്വാളിറ്റി ആയിരുന്നാലും ബാസ് ക്വാളിറ്റി ആയിരുന്നാലും വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ നമുക്കൊരു ഇൻപുട്ട് തരുന്നതാണ് ബോട്ടിന്റെ തന്നെ. അപ്പോഴത്തേക്കും നമുക്ക് വളരെയധികം ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബോട്ട് എയർപോഡ് 131 Pro. അടുത്തതായിട്ട് 1500 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഹെഡ്ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിന്റെ തന്നെ എയർപോഡ് 181 എന്ന എയർപോഡാണ്. നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ബോട്ടിന്റെ തന്നെ പല ഇയർഫോണുകളും തന്നെ സ്റ്റീരിയോ സിസ്റ്റങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോട്ടിന് തന്നെ ഇയർ സെറ്റുകൾക്ക് ഒരു പ്രത്യേക ഒരു സ്റ്റീരിയോ ഒരു ബാസ് ക്വാളിറ്റി നമുക്ക് അറിയാം. അതേ കണക്ക് തന്നെ അവരുടെ 181 എന്ന് പറയുന്ന സ്റ്റീരിയോയ്ക്ക് അവര് നല്ല രീതിയിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് മൂവ്മെന്റും കൂടെ നൽകിയിട്ടുണ്ട്. അതായത് 131 പ്രോയേക്കാൾ ഒരു ശകലം കൂടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ എന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 90 മിനിറ്റ് പ്ലേ ടൈം നമുക്ക് കിട്ടും. നമുക്ക് അറിയാം നമ്മൾ ഒരു 10 മിനിറ്റത്തേക്ക് ചാർജ് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യത്തിന് നമ്മൾ പോയി എയർപോർട്ടിന്റെ ചാർജ് ഒന്ന് കുറഞ്ഞു, പക്ഷെ നമുക്കൊരു വീണ്ടും ചാർജ് ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ കൊണ്ടു നടക്കാൻ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 90 മിനിറ്റ് വീണ്ടും നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലേ ടൈം തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജും കൂടെയാണ്. നമുക്ക് അത്യാവശ്യത്തിന് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 90 മിനിറ്റ് തരുന്നു എയർപോഡ് 181. അതായത് ബോട്ടിന്റെ തന്നെ എയർപോഡ് 181 എന്ന് പറയുന്ന മോഡല്. നമുക്ക് അതേ കണക്കിന് സ്റ്റൈലിഷിലേക്ക് പോയിരുന്നാലും അവരുടെ ആ സിസ്റ്റത്തിന് തന്നെ ഒരു സ്ലിം ആയിട്ട്, അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിവി ആയിട്ട് കറക്റ്റായിട്ട് കോപ്പി ചെയ്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് തോന്നും. അത്രയും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കാരണം മിവിയുടെ സെയിം മോഡൽ കണക്ക് തന്നെയാണ് ബോട്ടും അത് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അത് യൂസ് ചെയ്യാനും. അതേ കണക്ക് തന്നെ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വേഷം വരുന്നത് 5.2 ആണ് വരുന്നത്. IP റെസൊല്യൂഷനിലേക്ക് വരികയാണെങ്കിൽ IPX4 ആണ് വരുന്നത്. വാട്ടർ റെസൊല്യൂഷൻ 4 ആണ് തരുന്നത്. അതേ കണക്ക് തന്നെ 20 മണിക്കൂറാണ് അവരുടെ ടോട്ടൽ പ്ലേ ടൈം പറയുന്നത്. 20 പ്ലേയിങ് ടൈമിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ 20 മണിക്കൂർ വളരെ കുറവല്ലാത്ത ഒരു പ്ലേ ടൈം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ 1500 രൂപയ്ക്ക് നല്ലൊരു ഇയർബഡ് തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ ഈ ലിസ്റ്റ് എടുത്തപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. കാരണം ബാക്കിയുള്ള എല്ലാ കമ്പനികളും വന്നിട്ട് നമുക്ക് തരുന്ന വാറന്റി എന്ന് പറഞ്ഞാൽ 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ വാറന്റി തരുമ്പോൾ ഈ ഇയർപോഡ് കമ്പനി നമുക്ക് അവരുടെ ഇയർപോഡിന് തരുന്ന വാറന്റി എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ വാറന്റിയാണ് നമുക്ക് തരുന്നത്. ഈ 2 വർഷത്തെ വാറന്റി നമുക്ക് വളരെയധികം, അതായത് ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇയർപോഡ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 7ാമത്തെ മാസത്തിൽ ആ ഇയർപോഡിന്റെ 1 ഇയർ ആയിട്ട് അത് കംപ്ലൈന്റ് ആയി. ഒരു ഇയറിലെ ഇത് മാത്രമായിട്ട് സ്റ്റംപായിട്ട് എനിക്ക് കംപ്ലൈന്റ് ആയി. അത് ഞാൻ കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് തന്നെ അവിടെ നിന്ന് കിട്ടിയ എനിക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമായിട്ട് റെസ്പോൺസ് ആയിരുന്നു. കാരണം പാക്കറ്റിൽ അവർ കൊടുത്തിരുന്നത് 1 ഇയറും, എന്നാൽ അടുത്ത അപ്ഗ്രേഡിൽ അവർ അത് മാറ്റി 6 മാസത്തേക്കും അത് ആക്കിയപ്പോഴത്തേക്കും ഞാൻ അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്കും അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് എനിക്ക് ഇപ്പം മാറ്റി തരാൻ പറ്റത്തില്ല, അത് ഇപ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞെടുത്ത് അവർ 2 വർഷത്തെ വാറന്റി ഇപ്പോൾ അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മോഡൽ ഇനി എന്ത് വന്നിരുന്നാലും ശരി തന്നെ 2 വർഷത്തേക്ക് അവർ ആ വാറന്റി തരാൻ തയ്യാറാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം നല്ലൊരു മോഡൽ തന്നെയാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ വന്നത് ഒറിമോ ഫ്രീപോ 3. നമ്മളിപ്പോ വളരെ ഇപ്പോ ബാക്കിയുള്ള ബോട്ടായിരുന്നാലും റിയൽമി ആയിരുന്നാലും റെഡ്മി ആയിരുന്നാലും ഓപ്പോ ആയിരുന്നാലും നമ്മളെല്ലാം കേട്ടിട്ടുള്ള സ്റ്റീരിയോ ബേർഡ്സ് ആണ്. പക്ഷെ ഇത് പുതുതായിട്ട് കടന്നു വരുന്ന ഒരു സ്റ്റീരിയോ ബേർഡ്സ് ആണ് ഒറിമോ. ഞാൻ നേരത്തെ കേട്ടിട്ടില്ല, നേരത്തെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. പക്ഷെ കണ്ടപ്പോൾ 1500 രൂപയ്ക്കകത്ത് വളരെ നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം 5.2 ആണ് ബ്ലൂടൂത്ത് വേഷം വരുന്നത്. അതേ കണക്ക് തന്നെ IPX5 ആണ് തരുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു വാട്ടർ റെസിഡൻസ് തന്നെയാണ് തരുന്നത്. അതേ കണക്ക് തന്നെ അവരുടെ തന്നെ 5 മിനിറ്റ് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വെറും 5 മിനിറ്റ് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 40 മിനിറ്റ് നമുക്ക് അവർ പ്ലേ ടൈം ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച നല്ലൊരു പ്രോഡക്റ്റ് എന്ന് പറയാം. അതേ കണക്കിന് ടോട്ടൽ പ്ലേ ടൈമിലേക്ക് പോവുകയാണെങ്കിൽ 36 ഹവേഴ്സ് ആണ് അവരുടെ ടോട്ടൽ പ്ലേ ടൈം ആയിട്ട് അവർ തരുന്നത്. അപ്പോൾ മികച്ച നല്ല രീതിയിൽ നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു സ്റ്റീരിയോ ക്വാളിറ്റി ആയിരുന്നാലും ബെറ്റർ ആയിട്ടുള്ള സ്റ്റീരിയോ ക്വാളിറ്റിയാണ്. എനിക്ക് എന്തായാലും എസ്പെഷ്യലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ടുണ്ട്. കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും അതിന്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്തിടുന്നതായിരിക്കും. കാരണം എനിക്ക്
ബാക്കിയുള്ള ഇത് വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ, കാരണം എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇതിപ്പോ നോക്കിയെടുത്തുള്ള ഒരു പുതിയ കമ്പനി, നമ്മളിപ്പോ നത്തിങ് തന്നെ ഇപ്പൊ കടന്നു വന്നപ്പോഴത്തേക്കും എല്ലാവരും നത്തിങ്ങിലേക്ക് ഒന്ന് പോയി. അതേ കണക്ക് തന്നെ പുതിയ കമ്പനികൾ വരുമ്പോൾ നമുക്കും അതിലേക്ക് ഒന്ന് നോക്കണം. നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അഞ്ചാമതായിട്ട് നോക്കാനുള്ള, അഞ്ചാമതല്ല, ഇതിനെ ഒന്നാമതായിട്ട് പറയേണ്ട സാധനമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് അഞ്ചാമതായിപ്പോയതാണ്. കാരണം ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ 1500 രൂപയ്ക്ക് അകത്തുള്ള എയർപോർട്സുകൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മിക്കവരും 5.5 എന്ന റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന ഒരു ഹെഡ്സെറ്റ് ഞാൻ കണ്ടത്. അതായത് 1500 രൂപയ്ക്ക് അകത്തുള്ള ഹെഡ്സെറ്റുകൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും, ആ എയർപോർട്സുകൾ നോക്കിയപ്പോഴത്തേക്കും അതിൽ 5.5 റേറ്റിംഗ് കണ്ട ഒരു ഹെഡ്സെറ്റാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. കാരണം മിക്ക വ്ളോഗേഴ്സ് വരെ അതിന് 5.5 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഞാൻ നോക്കിയപ്പോഴത്തേക്കും വളരെ നല്ല രീതിയിലും സ്റ്റീരിയോയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് റിയൽമി ടെക് ലൈഫ് T100. റിയൽമി ടെക് ലൈഫ് T100 5.3 ആണ് ബ്ലൂടൂത്ത് വേഷം വരുന്നത്. അതേ കണക്ക് തന്നെ IPX5 ആണ് വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അതേ കണക്ക് തന്നെ ആപ്പ് സപ്പോർട്ട്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആപ്പ് സപ്പോർട്ട്. ആപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇത്രയും സമയം പറഞ്ഞ എല്ലാ ഹെഡ്സെറ്റുകൾക്കും എയർപോഡുകൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് സപ്പോർട്ട് ഇല്ല. നമുക്ക് ആപ്പ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ നമ്മുടെ ഫോണിൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവരുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ അവരുടേതായിട്ടുള്ള രീതിയിലല്ല, നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ സ്റ്റീരിയോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ നമ്മൾ നോർമലി ഇടുന്ന ഒരു പാട്ടിന് ബാസ് കുറവാണെങ്കിൽ നമുക്ക് ബാസ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്റ്റീരിയോ പോയിന്റ് കുറവാണെങ്കിൽ സ്റ്റീരിയോ പോയിന്റ് കൂട്ടാം. നമുക്ക് ഇങ്ങനെയുള്ള പല രീതിയിൽ അപ്ഡേഷൻസുകൾ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആപ്പ് വേർഷൻസ് ഉള്ള ഒരേ ഒരു ഹെഡ്സെറ്റും, അതേ 1500 രൂപയ്ക്ക് അകത്തുള്ള ഹെഡ്സെറ്റും നമുക്ക് ഇത് തന്നെയാണ് പറഞ്ഞത്, റിയൽമി ടെക് ലൈഫ് T100. അപ്പൊ വളരെ മികച്ച ഒരു പെർഫോമൻസ് ഉള്ള ഒരു എയർപോഡാന്ന് തന്നെ പറയാം. അതേ കണക്ക് തന്നെ അടുത്ത് വരുന്നത് 28 മണിക്കൂറാണ് ടോട്ടലായിട്ട് പ്ലേ ടൈം ആയിട്ട് വരുന്നത്. അതേ കണക്ക് തന്നെ സൂപ്പർ നോയിസ് ക്യാൻസലേഷൻ എന്നാണ് അവരുടെ പരസ്യത്തിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഔട്ട്സൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെഡ്സെറ്റുകൾ എയർപോഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബാധിക്കുന്ന ഒന്നാണ് നോയിസ് ക്യാൻസലേഷൻ. നമ്മൾ പറയുന്ന എന്താണെന്ന് അവർക്കും മനസ്സിലാവില്ല, നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ 1500 രൂപയ്ക്ക് എല്ലാവരും കൊടുത്തിരിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് സൊല്യൂഷൻ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ വളരെ മികച്ച രീതിയിൽ നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു എയർപോഡ് തന്നെയാണ് റിയൽമി ടെക് ലൈഫ് T100. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എയർപോഡ്സുകൾ വാങ്ങിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിലോ, നിങ്ങൾക്ക് 1500 രൂപയ്ക്കകത്തുള്ള ഒരു എയർപോഡ് വേണമെന്നുണ്ടെങ്കിലോ, ഈ 5 ഇയർസെറ്റുകളിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലും കാര്യങ്ങളും എല്ലാം വെച്ച് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതേ കണക്ക് തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണവും കൂടെ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ വരും വീഡിയോകളിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.